മാലാഖ അധ്യായം 14 നോവൽ. പപ്പ നിർബന്ധിച്ച എന്നാ ചെയ്യും ചേച്ചി? ഇപ്പോൾ എലക്ഷൻ്റെ ചൂടിലായതുകൊണ്ട് ഒന്നും പറയാത്തതാ. ജോസ്ന മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു. അപ്പറഞ്ഞത് ശരിയാണെന്ന് ജിബയ്ക്ക് തോന്നി. രാജ്യമെങ്ങും ഇലക്ഷൻ പ്രചരണം നടക്കുകയാണ്. ചില ദിവസങ്ങളിൽ പപ്പായും പ്രചരണത്തിന് പോകാറുണ്ട്. അന്ന് ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞ് രാത്രി വൈകിയാണ് ജോർജ് കുട്ടി വീട്ടിലെത്തിയത്. അത്താഴം വിളമ്പിക്കൊടുക്കുന്നതിനിടയിൽ മമ്മി പപ്പയോട് ചോദിക്കുന്നത് ജിബിയെ കേട്ടു. ജോർജ് ചേട്ടച്ചാന എങ്ങനെയാ രാപ്പകലില്ലാതെ ഇലക്ഷൻ എന്ന് പറഞ്ഞ് നടന്നിട്ട് എന്നാ കിട്ടാനാ? ആ പണ്ട് പഠിച്ചേച്ചും വന്ന് നിൽക്കുക. അതിനെവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കിക്കൂട്. അയലത്തുകാരോട് സമാധാനം പറഞ്ഞ് മടുത്തു. അവളന്ന് വിശ്രമിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ബാംഗ്ലൂരിൽ പോയി കടന്ന് കുറേ നരകിച്ചതല്ലേ. വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ച് നന്നായിക്കോട്ടെ. ഇത്രയൊക്കെ നന്നായാൽ മതി. പെണ്ണ് ജോലിക്ക് പോട്ടെ. അല്ലെങ്കിൽ പിന്നെ എന്നാത്തിന് നഴ്സിംഗ് പഠിപ്പിച്ചേ? ഈ മമ്മിക്കിത് എന്തിൻ്റെ സുഖേടാന്ന് ജിബിയ ഓർത്തു. കറണ്ട് കണക്ഷൻ കിട്ടിയ ദിവസമാണ്. ലൈൻമാൻ വന്ന് ചാർജ് ചെയ്തിട്ട് പോയി. പവിത്ര ലൈറ്റുകളിട്ട് നോക്കി. എല്ലാം തെളിയുന്നുണ്ട്. ഫാൻ ഫിക്സ് ചെയ്തെങ്കിലും അതൊന്ന് കറങ്ങാൻ കൂട്ടാക്കിയില്ല. 1.5 വർഷത്തോളം അനക്കമറ്റിരുന്ന് അത് കേടായിട്ടുണ്ടാവാം എന്ന് ഇലക്ട്രീഷ്യൻ പറഞ്ഞു. അഴിച്ച് റിപ്പയർ ചെയ്യണം. കറണ്ടില്ലാതിരുന്ന കാലത്ത് വെറുതെ എന്തിന് ടി വി എന്ന് പറഞ്ഞ് ജയപ്രകാശ് അതേതോ കൂട്ടുകാരുടെ ചുളുവിലേക്ക് വിറ്റ് കളഞ്ഞിരുന്നു. ഫ്രിഡ്ജ് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ അതും പ്രവർത്തിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീനിന് ചലനമൊന്നുമില്ല. കുന്നിൻ മുകളിലെ പാറക്കുളത്തിൽ നിന്നും ഹോസ് പൈപ്പിട്ട് വെള്ളം വീട്ടിലെത്തിക്കാനുള്ള സൗകര്യം കൂടി ജയപ്രകാശ് ചെയ്തു കൊടുത്തപ്പോൾ സുഭദ്ര പറഞ്ഞു, അവൻ്റെ നല്ല മനസ്സുകൊണ്ട് ചെയ്തു തരുന്നതാ ഇതൊക്കെ. നന്ദി വേണോടേ, നന്ദി. അവനവൻ്റെ വീട്ടിൽ വെള്ളവും കറണ്ടും കൊണ്ടുവരുന്നതാണോ വലിയ കാര്യം? അതും 2 വർഷത്തോളം കിടന്ന് നരകിച്ചിട്ട് ഒടുക്കം എൻ്റെ കെട്ടുതാലി പൊട്ടിച്ച് വിൽക്കേണ്ടി വന്നില്ലേ? തർക്കുത്തരം പറയുന്നോടെ മൂദേവി. ഒരു നല്ല കാര്യം ചെയ്ത് കിട്ടിയപ്പോൾ സന്തോഷിക്കല്ലേ? അസത്ത് സുഭദ്ര തലയിൽ കൈവച്ച് പ്രാവുകയും ചെയ്തു. നീ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ലടി. സ്വന്തം മകനെയാ പ്രാകുന്നെന്ന് ഓർത്തോണം. ഞാൻ ഗതി പിടിക്കണമെങ്കിൽ എൻ്റെ കെട്ടിയോൻ ഗതി പിടിക്കണമല്ലോ. പവിത്ര പിറുവിടുത്തു. എൻ്റെ മകനെ, അവന് വേറെ പെണ്ണ് കിട്ടുമടി. നീയുണ്ടല്ലോ പുഴുത്ത് ചാകത്തേ ഉള്ളൂ. ഹായ്, എത്ര മനോഹരമായ ആഗ്രഹം. പവിത്ര നിന്ദ കലർന്ന ചിരിയോടെ പറഞ്ഞു. രാത്രി മൂക്കറ്റം കുടിച്ചാണ് ജയപ്രകാശ് ഓട്ടോ ഓടിച്ച് വീട്ടിലെത്തിയത്. മുറ്റത്ത് ട്യൂബ് വെളിച്ചത്തിൽ ഓട്ടോ നിർത്തിയിട്ട് അയാൾ വീടും മുറ്റവും ആകമാനം ഒന്ന് വീക്ഷിച്ചു. എടി പവിത്രേ, ഡീ. അയാൾ മുറ്റത്തു നിന്ന് വിളിച്ചു. പവിത്ര അപ്പൂനെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് വാതിക്കലേക്ക് ചെന്നു. എന്നെ വിളിച്ചോ? കണ്ടേടി വെളിച്ചം. നീ എന്നതാടി വിചാരിച്ചേ? ഞാൻ നോക്കിയാൽ കറണ്ട് വരത്തില്ലെന്നോ? നിനക്ക് ജയപ്രകാശിനെ അറിയാൻ മേല. മിനിറ്റ് വെച്ച് കൊണ്ടെത്തി തന്നില്ലടി കറണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി കറണ്ട് എവിടെയായിരുന്നു? 1500 തവണ പറഞ്ഞിട്ടും കറണ്ട് വന്നില്ലല്ലോ. ഇപ്പം എങ്ങനെയാ മിനിറ്റ് വെച്ച് വന്നേ? പവിത്ര ചോദിച്ചു. എനിക്ക് കൂടി തോന്നണം കറണ്ട് വേണമെന്ന്. മനസ്സിലായോടി? മനസ്സിലായി. കഴുത്തിൽ പരതിക്കൊണ്ട് പവിത്ര പറഞ്ഞു. 3 പവൻ്റെ കെട്ടുതാലിയാണ് പൊട്ടിച്ചുകൊണ്ട് പോയത്. ഇനി അത് എന്തെങ്കിലും തിരിച്ചെടുക്കുമോ? എന്നിട്ട് കറണ്ട് എടുത്തതിൻ്റെ സാമർഥ്യം പറ. എടി, സ്വർണ്ണം എന്തിനു കൊള്ളാം? ചുമ്മാ കഴുത്തിലിട്ടുകൊണ്ട് നടക്കാനല്ലാതെ. അത് പോയെങ്കിലെന്നാ, വീട് നിറയെ വെളിച്ചം വന്നില്ലേ? അതിലടി വലിയ കാര്യം. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ പ്രകാശ. സുഭദ്ര മകനെ എരികേറ്റി. ഈ വീട് പണിതിട്ട് അവളുടെ വീട്ടിൽ നിന്ന് എന്തേലും ഒരു സഹായം കിട്ടിയോ? എല്ലായിടത്തും ഭാര്യ വീട്ടുകാർ 2-3 ലക്ഷം വീതമാണ് വീട് പണിക്ക് കൊടുക്കുന്നത്. സ്വന്തം മോൾക്ക് താമസിക്കാനുള്ള വീടാണെന്നൊരു ചിന്തെങ്കിലും വേണ്ടേ? 1000 രൂപ തന്നോടെ നിൻ്റെ വീട്ടുകാർ? എൻ്റെ വീട്ടുകാർ നല്ല ഒന്നാന്തരം വീട് കണ്ടിട്ട് തന്നെ മാത്രമാണ് എന്നെ കെട്ടിച്ചയച്ചത്. ഇങ്ങനെ ഒരു വീട്ടിലേക്കാണെന്ന് അറിഞ്ഞെങ്കിൽ ഒരിക്കലും ആ കല്യാണം നടക്കത്തില്ലായിരുന്നു. അവരെ വീട് കാണിച്ച് പറ്റിച്ചിട്ട് വിറ്റ് കളഞ്ഞതും പോരാൻ ഇനിയും കൊണ്ടുവന്ന് സഹായിക്കണമായിരുന്നു. പവിത്ര ചോദിച്ചു. എടി കണ്ടോ, കഷ്ടപ്പാടും എല്ലാവർക്കും വരും. അത് കണ്ടു അറിഞ്ഞും സഹായിക്കണം. അത് ഭാര്യ വീട്ടുകാരുടെ കടമയാണ്. സുഭദ്ര ആക്രോശിച്ചു. 23 പവൻ്റെ സ്വർണം തന്നതാ എനിക്ക്, എൻ്റെ മോനും കൂടെ. എന്തേ, 1 പവൻ തയ്ച്ചെടുക്കാനുണ്ടോ ഇപ്പം? എവിടെ പോയി? അത് ശൂന്യാകാശത്തുനിന്ന് വന്നതൊന്നല്ലല്ലോ. അതൊക്കെ ഈ വീടിന് വേണ്ടിയിട്ട് ചിലവാക്കിയത്. അവസാനം കെട്ടുതാലി വിറ്റ് കറണ്ടും എടുത്തു. എന്നിട്ടും എൻ്റെ വീട്ടിൽ നിന്നൊന്നും തന്നില്ലെന്നോ? ഇനിയും കൊണ്ടുവന്ന് കുടഞ്ഞിടണമായിരുന്നോ? കണ്ടോടാ അവൻ്റെ നാക്ക്. നീ ഇരിക്കുമ്പോൾ ഇത്രയാണെങ്കിൽ നീ ഇല്ലാത്തപ്പോഴും അവൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. നിനക്ക് ചുണയില്ലാണ്ടാ. പവിത്ര ഇനിയൊന്നും പറയാനും കേൾക്കാനും നിൽക്കാതെ അപ്പൂനെയും കൊണ്ട് അകത്തേക്ക് പോയി. അമ്മയും മകനും തമ്മിൽ സ്വരം താഴ്ത്തി സംസാരിക്കുന്നത് കേട്ടുകൊണ്ട്
അപ്പുവിനെ ചേർത്ത് പിടിച്ച് കട്ടിലിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജയപ്രകാശ് മുറിയിലേക്ക് കയറി വന്നു. നിന്റെ സ്വർണം മുഴുവൻ ഒരു തൊരി പോലും കുറയാതെ തിരിച്ചു തരുവാണ് ഞാൻ. മുഴുവനും തരും. 2 പവൻ കൂടുതൽ വേണമെങ്കിൽ അതും തരും. ഇത്തരം പൊള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തികട്ടി വരാനുള്ള അസഹിഷ്ണുത ഇത്തവണ പവിത്രയെ കടിച്ചു പിടിച്ചു. മദ്യപിച്ച് സംസാരിക്കുന്നവരോട് തർക്കത്തിന് നിൽക്കരുതെന്ന് മുത്തശ്ശി പഠിപ്പിച്ച പാഠം അവൾ ഓർത്തു. കുടിച്ച് ലക്കിയില്ലാത്തവർക്ക് ഏതറ്റം വരെ വേണമെങ്കിലും പോകാം. അത് ഞാൻ കള്ളു കുടിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്, പിറ്റേന്ന് ഏറ്റു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. മറുപടി പറയുന്നവർക്ക് പരിമിതികളുണ്ട്. അവർക്ക് സ്വബോധം കൈവെടിഞ്ഞ് ഒരു വാക്കും മിണ്ടാനാവില്ല. കഴിക്കാനെടുക്കട്ടെ? നിർവികാരതയിൽ പവിത്ര ചോദിച്ചു. വേണ്ട, ഷാപ്പിൽ നിന്ന് കഴിച്ചു. പവിത്ര മിണ്ടിയില്ല. ഞാനൊരു TV പറഞ്ഞിട്ടുണ്ട്, നാളെ കൊണ്ടുവരും. കുറച്ച് പഴയതാ, ജയപ്രകാശ് പറഞ്ഞു. എനിക്ക് TV ഒന്നും കാണണ്ട. വേണ്ട, നീ കാണണ്ട, അമ്മ കണ്ടോട്ടെ. ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ വാർത്ത കേൾക്കണ്ടായോ? എനിക്ക് വേണ്ടിയാണെന്ന് പറയാതിരുന്നാൽ മതി. പവിത്രയ്ക്ക് TV, സിനിമ, മറ്റ് കലാകായിക വിനോദങ്ങൾ ഇവയൊന്നിനും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത ഒരു നിലവാരത്തിലേക്ക് താൻ തരത്താഴ്ത്തപ്പെട്ട പോലെ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. ആകെ ഒരു ജീവിത പ്രചോദനം അപ്പുവിൻ്റെ മുഖവും അവൻ്റെ നിഷ്കളങ്കമായ മിഴികളിലെ വിസ്മയപ്പൂക്കളും അതിശയപുഞ്ചിരികളുമാണ്. പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ നേരത്ത് റോഡരികിൽ നിർത്തിയ ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ട് പവിത്ര ആശ്ചര്യപ്പെട്ടു. ജിബിയയും ജോസ്നയും വരുന്നത്. സുഭദ്ര വീട്ടിലുണ്ടായിരുന്നെങ്കിലും അനുവാദത്തിനൊന്നും കാത്തു നിൽക്കാതെ ജിബിയും ജോസ്നയും കൂട്ടി വരാന്തയിലേക്ക് ചെന്ന് കയറി. സുഭദ്രയ്ക്ക് ആളെ മനസ്സിലായി. അവർ ഉടനെ വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി. പവിത്ര ഇറങ്ങിച്ചെന്ന് 2 പേരെയും സ്വീകരിച്ചു. എൻ്റെ മോളെ, നിനക്കെന്നെ പറ്റിയതാ? ജിവി അമ്പരപ്പിൽ പവിത്രയെ അടിമുടി നോക്കി. നിനക്കിപ്പോൾ പ്രായം എത്രയാ? 30 35? പോടി അവിടുന്ന്, കളിയാക്കാതെ. പവിത്ര പുഞ്ചിരി തൂക്കി. സത്യം, നിനക്കെന്തെങ്കിലും അസുഖം പിടിച്ചിരുന്നോ? ഇല്ലെന്നേ, എനിക്കൊരു കുഴപ്പമില്ല. ചിലപ്പോൾ എനിക്ക് നിനക്കെന്തെങ്കിലും തോന്നും. എന്താ അത്? ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട്. ജിബിയ അപ്പൂനെ എടുക്കാൻ കഴിഞ്ഞിട്ടപ്പോൾ അവൻ പിന്നോട്ട് മാറി. പേടിക്കണ്ട പൊട്ടാ, അമ്മയുടെ കൂട്ടുകാരിയാ, ജിബിയ കൊഞ്ചി പറഞ്ഞു നോക്കി. അവൻ വായിൽ വിരലിട്ട് ലജ്ജിച്ച് മാറി നിന്നു. എന്നാ ഇത്ര ഗമ? കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് 2 കൈ നീട്ടി ചാടി വന്നാണല്ലോ. ജിബിയ അവനെ കടന്നെടുത്തതും അവൻ ഒറ്റക്കരച്ചിലായിരുന്നു. അയ്യോടെ ചക്കരെ, ജിബിയ അവനെ നിലത്ത് നിർത്തി. ചേച്ചിയുടെ കൂട്ട് വേണ്ട കേട്ടോ, എൻ്റെ കൂടെ വാ, നമുക്ക് റോട്ടിലോട്ട് പോകാം. ജോസ്ന അവൻ്റെ കൈക്ക് പിടിച്ചു. അവൻ മടിയൊന്നും കൂടാതെ അവൻ അവളോടൊപ്പം നീങ്ങി. നിൻ്റെ അമ്മായിയമ്മ മെരുങ്ങിയോ? എന്നെ കണ്ടിട്ട് കടക്കടി വെളിയിലെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ പഴയ പോലല്ല. എന്നെ പറഞ്ഞാൽ ഞാനും വല്ലതൊക്കെ പറയും. എന്നാലും എൻ്റെ മോളെ, നീ എന്നാ ഇത്രയ്ക്കങ്ങ് വെലിഞ്ഞു പോയേ? ഷേ, എനിക്ക് സങ്കടം വരുന്നു. ജിബിയ വിഷാദത്തോടെ അവളുടെ തോളത്ത് കൈയിട്ട് കിടക്കയിലേക്ക് ഇരുന്നു. കലിങ്കനടിയിലൊക്കെ ചില നാടോടി കുടുംബങ്ങൾ ജീവിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലൊരു ജീവിതം എൻ്റേത്. ഇന്നലെ ഈ വീട്ടിൽ കറണ്ട് കിട്ടിയത്. ഈ വീടിൻ്റെ തറ ഉണ്ടോ? പണിതപ്പെട്ട കോൺക്രീറ്റാണ്. ഒരൊറ്റ ജനലുകളും ചില്ലോ കഥകോ ഇല്ല. ദാരിദ്ര്യരേഖ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ചെറുചിരിയോടെ പവിത്ര പറഞ്ഞു. ഇതിൽ നിന്നൊരു മോചനമില്ലടി. ഗതി പിടിക്കാനൊരു വഴി നിൻ്റെ ഹസ്ബൻഡ് നോക്കിയിട്ട് കാണില്ലേ? അതൊന്നും പറയാതിരിക്കുക ഭേദം. റേഷനരയും ആട്ടയും വാങ്ങിച്ചു തന്നാൽ എല്ലാമായി എന്നാണ് മൂപ്പരുടെ വിചാരം. അതുപോലെ ഇല്ലാതെ ജീവിക്കുന്നവർ ഒരുപാടുണ്ട് അത്രേ. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല നിൻ്റെ ഹസ്ബൻഡിന്. പുള്ളിക്കാരന് കുറേ കൂട്ടുകാരുണ്ട്. കുടി, വലി, സിനിമ കാണൽ, അത്രയും മതി. വീടും കുടുംബവും ഏതോ പുറമ്പോക്കിലാണ്. നീ പറ, എന്നാ ബാംഗ്ലൂരിൽ നിന്ന് വന്നേ? ഇനിയെപ്പോഴാണ് പോണേ? പവിത്ര തിരക്കി. എൻ്റെ പഠിത്തമൊക്കെ തീർന്നടി ബുദ്ധു, ഞാനിപ്പോൾ ഒരു നേഴ്സാണ്. ദിവ്യ അറ്റൻഷനായെന്ന് പറഞ്ഞു. ഓ, കഴിഞ്ഞോ? ഇനി പോകണ്ടേ? പവിത്ര ചിരിച്ചു. ഇനി എന്നാ ജോലിക്ക് കയറുന്നേ? എവിടെയാ? അതൊക്കെ വലിയ ട്രാജഡിയാണ്. എനിക്ക് നിന്നോട് ഒത്തിരി പറയാനുണ്ട്. ഇന്ന് എല്ലാം പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ നാളെ മുതൽ പാലായിലെ പേരിമത ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുക. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, പപ്പയുടെ നിർബന്ധം. അതെന്താ നിനക്കിഷ്ടമില്ലാത്ത? ജിബിയ പവിത്രയോട് തനിക്ക് ജെയ്സണുമായുള്ള പ്രണയബന്ധം വെളിപ്പെടുത്തി. പപ്പായ്ക്കും മമ്മിക്ക് ഇഷ്ടമല്ല അത്. ഒടുവിൽ അവളുടെ തൊണ്ടയിടുകയും കണ്ണു നനയുകയും ചെയ്തു. അധ്യായം 27. ജോസ്ന മുറ്റത്ത് താഴെ റോഡിലുമൊക്കെ കൊണ്ടു നടന്നപ്പോൾ അപ്പൂന് അവളോട് സ്നേഹമായി. ആരുമില്ല അവനെ ഇങ്ങോട്ടും കൊണ്ടുപോകാൻ. കൂട്ടുകൂടാൻ ആരുമില്ല. ജയപ്രകാശിൻ്റെ കൂട്ടുകാരല്ലാതെ ആ വീട്ടിലേക്ക് ആരും വരാറുമില്ല. അമ്മയും ദേഷ്യം പിടിപ്പിക്കുന്നവരാണ് അവരെല്ലാവരും എന്ന് അവന് മനസ്സിലാക്കി വെച്ചിരുന്നു. അവരെ കാണുമ്പോൾ മുതൽ അമ്മ പിറുവിറുക്കുന്നതും വീട്ടിലെ പാത്രങ്ങൾ കൂടുതൽ ഒച്ച വയ്പ്പിക്കുന്നതും അവനോടുകൂടി ദേഷ്യപ്പെടുന്നതും അവൻ ധാരാളം കണ്ടിട്ടുണ്ട്. അവൻ്റെ അമ്മയോടും അവനോടും സ്നേഹമായി പെരുമാറുന്നവർ തീരെ വിരളമാണ്. ജോസ്ന തെങ്ങിൻ്റെ പച്ചോല കീറി വിടഞ്ഞ് കളിപ്പന്തും കാറ്റത്ത് ഇറങ്ങുന്ന കാറ്റാടി ഉണ്ടാക്കി കൊടുത്തു.
ആരും അവന് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കാറില്ല. വളരെ അപൂർവമായി മാത്രം ആരെങ്കിലും അവനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ റോഡരികിലെ വീടുകളിൽ ചെറിയ കുട്ടികൾ കൊച്ചു വണ്ടിച്ചക്രങ്ങളും കുഞ്ഞു സൈക്കിളുകളും കളിപ്പാട്ട കാറുകളും പാവകളും വെച്ച് കളിക്കുന്നത് അവൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം അവൻ കൂടെയുള്ളവരോട് വഴക്കു കിട്ടും. എന്നെ കണ്ടാലും കണ്ണു വീഴ്ച നോക്കി നിന്നോണം, ഇതാ നിന്നെ എങ്ങോട്ടും ഇങ്ങോട്ട് വാന്ന്. അമ്മ മാത്രം അവനെ വഴക്കു പറയാറില്ല. കളിപ്പാട്ടങ്ങൾ അവന് അത്രമാത്ര പ്രിയപ്പെട്ടതാണെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയൂ. അമ്മേ, എനിക്കും വേണം. മുടി വെട്ടിക്കാൻ അമ്മ കൊണ്ടുപോകുമ്പോൾ കടകളിലിരിക്കുന്ന കളിപ്പാട്ടങ്ങളിലേക്ക് കഴിച്ചുകൊണ്ടി അവൻ പറയും, അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാടാ ചക്കരെ. അമ്മയുടെ കയ്യിലുണ്ടല്ലോ. ചില്ലറത്തുട്ടുകൾ അവരുടെ കൈവശം അവൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മൂല്യമൊന്നും അവനറിയില്ല. പൈസ ഉണ്ടായിട്ടും അമ്മ വാങ്ങിക്കൊടുക്കുന്നില്ലെന്നാണ് അവൻ്റെ വിചാരം. ബേക്കറി കടയിലെ ചില്ലലമാരകളും മിഠായി ഭരണികളും കാണുമ്പോൾ അവന് കൊതിയാകും. അത്തരം കടകളുടെ മുന്നിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴൊക്കെ അമ്മ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വേഗത്തിൽ നടക്കും. 50 പൈസയുടെ മിഠായി വാങ്ങിക്കൊടുത്താലും ജയപ്രകാശിന് മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആര് പറഞ്ഞു മിഠായി വാങ്ങിക്കൊടുക്കാൻ? ഈ പ്രായത്തിൽ മിഠായി തിന്നാൽ പല്ല് മുഴുവൻ പുഴുക്കുത്തി പോകും. 50 രൂപയിൽ കവിഞ്ഞ ഒരു തുക അടുത്ത കാലത്തൊന്നും പവിത്ര കൈകാര്യം ചെയ്തിട്ടില്ല. പിച്ചക്കാർ വീട്ടിൽ വന്നാൽ കൊടുക്കാൻ ഒരു 2 രൂപയുടെ ചില്ലറ പോലും ജയപ്രകാശ് വീട്ടിൽ വെച്ചിട്ട് പോകാറില്ല. പെണ്ണുങ്ങളുടെ കയ്യിൽ കാശിരിക്കുന്നത് ഐശ്വര്യക്കേടാ. പവിത്രയ്ക്ക് ഇത് കേട്ടുകൊണ്ട് ചെവി തഴമ്പിച്ചിരുന്നു. സുഭദ്രയുടെ കൈവശം എത്ര പണം വരുന്നാലും കുഴപ്പമില്ല. അമ്മയുടെ തൊഴിലാത്, ചിട്ടി നടത്തലും കാശ് പിരിക്കലും. അതാണ് ജയപ്രകാശ് പറയുന്ന ന്യായം. വീട്ടിലൊരു സാധനം തീർന്നെന്ന് പറയാൻ പാടില്ല. അരി തീർന്നെന്ന് പറഞ്ഞാൽ ജയപ്രകാശ് അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കും. അരിപ്പാത്രം അക്ഷയപാത്രമാണെന്ന പോലെ. പഞ്ചസാരയും പച്ചക്കറിയും വിളയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ജയപ്രകാശിന് കലി കയറും. ഗ്യാസ് തീർന്നെന്ന് കേട്ടാൽ കടിച്ചു കീറാൻ ചെല്ലും. ഇതൊന്നും ഒരിക്കലും തീരാൻ പാടില്ല. അത് പോട്ടേന്ന് ക്ഷമിക്കാൻ അവൾക്കും പറ്റുന്നില്ല. കാരണം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വീട്ടിൽ മദ്യപാന സൽക്കാരമുണ്ടാക്കും. അതിന് പറ്റിയ 4-5 കൂട്ടുകാരുമുണ്ട്. അന്ന് 1-2 കിലോ ചിക്കനും അത്ര തന്നെ മത്തിയോ കൊഴുവയോ പൊടിമീനോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ 4 കിലോ കപ്പയും വാങ്ങിക്കൊണ്ടുവരും. അതെല്ലാം ജയപ്രകാശ് ആവശ്യപ്പെടുന്ന പോലെ വറുത്തും കറിവെച്ചും വേവിച്ചും കൊടുക്കണം. പിന്നെ പാതിര കഴിയുന്നവരെ കുടിയും തീറ്റയും ബഹളമാണ്. പിറ്റേ ദിവസം ഒഴിഞ്ഞ കുപ്പിയെടുക്കും. അതിൽ രേഖപ്പെടുത്തിയ വില വായിച്ച് പവിത്ര അന്തം വിട്ട് നിൽക്കും. 500, 700, 750 അങ്ങനെ പോകും വില നിലവാരം. എല്ലാം കൂടി ഒരു 1500 രൂപയെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടാവും രാത്രി. എന്നിട്ട് പിറ്റേന്ന് ചോദ്യം ചെയ്യലും ഉണ്ടാവും. ഇന്നലത്തെ ബാക്കി മീൻ വറുത്തത് എവിടെ? ആര് തീർത്തു? മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഒരു സാധനം തൊട്ട് നോക്കിയിട്ടില്ല. ഇതൊന്നും ജയപ്രകാശിന് വിശ്വാസം വരില്ല. മരുമയുടെ കുറ്റം കണ്ടുപിടിക്കാൻ വ്യാകൃതിയോടെ നടക്കുന്ന സുഭദ്രയ്ക്ക് മകൻ്റെ മദ്യപാനവും ദർച്ചലവലും കാണാൻ കണ്ണുകളില്ല. അതേപ്പറ്റി ചോദിച്ച സുഭദ്ര പറയും, അവൾ ഒറ്റൊരുത്തി എൻ്റെ മോനെ കുടിയനാക്കിയതെന്ന്. കല്യാണത്തിന് മുന്നേ കുടിക്കത്തേ ഇല്ലായിരുന്നു. വീട്ടിലിരിക്കുന്ന പെണ്ണ് നന്നായി ഒരാണും കുടിക്കത്തില്ലെന്ന്. കല്യാണത്തിന് മുമ്പും കൂട്ടുകാരുടെ ഒപ്പം മദ്യപിക്കുമായിരുന്നെന്ന് ജയപ്രകാശ് തന്നെ പവിത്രയോട് സമ്മതിച്ചിട്ടുണ്ട്. ഈ റൂമിൻ്റെ ഭിത്തിയൊന്നും ഇതുവരെ തേച്ചില്ലടി, ഇപ്പോഴും പഴന്തുണിയാണല്ലോ നിൻ്റെ ജനൽ കട്ടൻ, അതിന് കതക് വയ്ക്കുന്നില്ലേ? ജിബിയെ ചോദിച്ചു. വീടിൻ്റെ പണി തീർന്നു, ഇനിയൊന്നും ചെയ്യാനില്ല. പവിത്രയുടെ സ്വരത്തിൽ നിർവികാരതയായിരുന്നു. നിൻ്റെ സ്വർണ്ണമൊക്കെ എവിടെ? ഒരു കമ്മൽ പോലും ബാക്കിയില്ലല്ലോ. എല്ലാം പോയടി. എൻ്റെ താലിമാല പൊട്ടിച്ചിട്ടാ ഇവിടെ കറണ്ട് എടുത്ത്. അതൊക്കെ ഇനി തിരിച്ചു കിട്ടുമോ? ആദ്യമൊക്കെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലും പണയം എടുത്തു തരുമെന്ന്. മോതിരം പോയി, വളകൾ പോയി, നെക്ലേസ് പോയി. ഇപ്പം എനിക്കറിയാം ഒന്നും തിരിച്ചു വരില്ലെന്ന്. എന്നാലും ഒരു തരി പൊന്നുപോലും ഇല്ലാതെ എനിക്കൊന്നും വേണ്ടടാ. നല്ല ഡ്രസ്സ്, സ്വർണം, നല്ല ഭക്ഷണം, ഇതിനോടുള്ള കൊതിയൊക്കെ തീർന്നു. വീട്ടിൽ നിന്ന് ആരും വരാറില്ലേ? അയതാമയും അച്ഛനും മാമന്മാരും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വല്ലപ്പോഴും എങ്ങാനും വരും. അവർക്കിപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ വലിയ മനപ്രയാസമാണ്. അവരാണല്ലോ എന്നെ ഈ കുപ്പക്കുഴിയിൽ കൊണ്ടിട്ടതെന്ന് അവർക്ക് തന്നെ അറിയാം. എന്നെ കാണാതിരുന്ന അത്രയ്ക്കും വിഷമം കുറഞ്ഞു കിട്ടുമല്ലോ. അജിതാമയ്ക്കായിരുന്നല്ലോ നിന്നെ കല്യാണം കഴിപ്പിക്കാഞ്ഞിട്ട് ഇരിക്കപ്പുറത്തില്ലാഞ്ഞിട്ട്. ഇപ്പോൾ എന്നാ പറയുന്നു? വിവേചിച്ചു. അമ്മ പ്രകാശേട്ടൻ്റെയും അമ്മയും കൂടെ ഒത്തുചേരുകയല്ലെന്നേ. കീരിയും പമ്പും പോലെയാ. ഒരിക്കൽ പ്രകാശേട്ടൻ്റെ അമ്മ എൻ്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങളിവിടെ വരണത് എനിക്കിഷ്ടമല്ലെന്ന്. അത് കേട്ടാൽ ഉടനെ അജിതാമ്മ മാറി നിൽക്കണോ വേണ്ടത്? നിൻ്റെ അമ്മയും കണക്കാ, ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അത് പോട്ടടാ, അതേപ്പറ്റിയൊന്നും ആലോചിക്കണ്ട. നീ എനിക്കൊരു ചായ പോലും തന്നില്ലല്ലോ. പാലില്ല മോളെ, അതിവിടെ വാങ്ങാറില്ല, ചിലവാത്രേ. പഞ്ചസാര തീർന്നിട്ട് 3 ദിവസമായി. പറഞ്ഞു മടുത്തു. പ്രകാശേട്ടന് രാവിലെ എണീറ്റ് ഓട്ടോയും കൊണ്ട് പോയാൽ മതി. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം. ജോസിനെ അപ്പൂനെയും കൊണ്ട് തിരിച്ചെത്തി. അവൻ ആഹ്ലാദവാനായിരുന്നു. എവിടെ പോയതാ രണ്ടുപേരും? ദിവ്യ ചോദിച്ചു. ഞങ്ങൾ റോഡിലേക്ക് പോയി. പിന്നെ ആ വലിയ പാറയുടെ കീഴെ തോടിൻ്റെ കരയ്ക്ക് ഇല്ലിക്കുട്ടൻ നിൽക്കുന്നിടത്ത്.
ഇവനാ എന്നെ കൊണ്ടുപോയത്. ജോസ്ന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ എപ്പോഴും പുറത്തു പോകണം, വീട്ടിലിരിക്കാൻ കഴിയത്തേയില്ല, പവിത്ര പറഞ്ഞു. മുറ്റത്ത് വിളമ്പത്ത് നിന്ന് റോഡിൽ കൂടി പോകുന്ന മനുഷ്യരെയും വണ്ടികളെയും നോക്കിയിരുന്നപ്പോൾ ഏതു നേരത്തും. കുസൃതിയാണോടി? ജിബിയ ചോദിച്ചു. ഇല്ലെന്നേ, പാവാ. ജിബിയ ഷോൾഡർ ബാഗ് തുറന്ന് 2 പ്ലാസ്റ്റിക് കവറുകൾ പുറത്തെടുത്തു. അപ്പുവിനെ അടുത്തേക്ക് വിളിച്ചു. മോർണിംഗ് വാ. അവൻ സങ്കോചമില്ലാതെ അരികെ ചെന്നു. ജിബിയ അവൻ്റെ നിക്കറും മഞ്ഞ ബനിയനും ഊരി മാറ്റി കവറിലുണ്ടായിരുന്ന ഡ്രസ്സ് എടുത്ത് അണിയിച്ചു. എന്നിട്ട് പവിത്രയോട് പറഞ്ഞു. കുറച്ച് ലൂസാണല്ലോ, ഇത്ര മെലിഞ്ഞിട്ടാണെന്ന് ഞാൻ ഓർത്തതേയില്ല. അനന്തരം അവൾ പവിത്രയ്ക്ക് ഒരു ചുരിദാർ സെറ്റ് സമ്മാനിച്ചു. ഇത് നിനക്കുള്ളതാ. പവിത്ര അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. 2 നിമിഷത്തിനുള്ളിൽ അവളുടെ കണ്ണ് നിറഞ്ഞു. ആരെങ്കിലും അവൾക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് 1 വർഷമെങ്കിലും കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ഓണത്തിന് അരിതാമ കൊടുത്ത നൈറ്റീൻ ചുരിദാറുമായിരുന്നു അവസാനത്തേത്. എന്നാ പറ്റിയടി? പവിത്ര പരിഭ്രമിച്ചു. പവിത്ര പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ച് തേങ്ങി. ജിബിയ അവളുടെ ചുമലിൽ തട്ടി. നിന്നെ ഞാൻ എന്നും ഓർക്കുമായിരുന്നു. ജിബിയ അവളുടെ ചുമലിൽ തടടി. നിന്റെ ദുരിതവും കഷ്ടപ്പാടും ഇവിടെ കിടന്ന് ഇങ്ങനെ വാടിക്കറിഞ്ഞ് പോകേണ്ടവളല്ല നീ. ഞാനുണ്ട് കേട്ടോടി. അത് കേട്ടപ്പോൾ പവിത്രയ്ക്ക് ഒന്നുകൂടി വിഷമമായി. അവളുടെ കണ്ണീർ വീണ് ജിബിയുടെ ചുമൽ നനഞ്ഞു. കണ്ടു നിന്ന ജോസ്നയ്ക്കും സങ്കടമായി. ജിബിയ പവിത്രയെ പിടിച്ചു നിർത്തി. അവളുടെ കണ്ണിലും കവിളിലും തൻ്റെ ഷാള് കൊണ്ട് തുടച്ചു. മുറിയിലെ അലമാരയുടെ ചില്ല് വീണ്ടും പൊട്ടിയ വലിയ കണ്ണാടിയിലേക്ക് അവൾ നോക്കി. തൻ്റെ നിറത്തിനും മുടലിനും കേടൊന്നുമില്ല. പവിത്ര നീരൂറ്റിയ കരിമ്പിൻ ചണ്ടി പോലെ. സാരമില്ല, ഈ വിഷമമെല്ലാം മാറും. ജിബിയ അവളെ ആശ്വസിപ്പിച്ചു. അവളും ജോസ്നയും പോകാനിറങ്ങിയപ്പോൾ റോഡ് വരെ മോനെയും കൊണ്ട് പവിത്ര അനുഗമിച്ചു. മോളിത്തിരി മുന്നോട്ട് നടന്നു. പവിത്ര ജോസ്നയോട് പറഞ്ഞു. ജിബിയോട് അവൾക്ക് സ്വകാര്യമായി സംസാരിക്കാനുണ്ടായിരുന്നു. ജോസ്ന മുന്നോട്ട് നടന്നു. ഉടനെ കല്യാണമൊന്നും കഴിക്കണ്ട കേട്ടോ, പവിത്ര സ്വരം താഴ്ത്തി. നമ്മൾ പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിയ പിന്നെ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ജീവിതം വേറെ ആൾക്ക് വീണ്ടും കൊടുക്കണം. നമ്മുടെ പാതി കൊടുത്തിട്ട് അയാളുടെ പാതി കിട്ടുമെന്ന് വിചാരിക്കണ്ട. നമ്മുടെ പാതി പോലും നമുക്ക് കിട്ടുകയില്ല, എത്രയൊക്കെ സ്നേഹിച്ചാലും ശരി. ജോൺസൺ ചേട്ടായി നീ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. നല്ല ആളായിരിക്കട്ടെ, എന്നാലും കല്യാണത്തിന് മുന്നേ നിൻ്റെ 2 കാലം നിലത്ത് നല്ലപോലെ ഉറപ്പിച്ചേക്കണം. അതിലേ നിൽക്കാവൂ. ജിബയ്ക്ക് അത് മനസ്സിലായി. അവൾ ഉവ്വൊന്ന് തലയാട്ടി. പോട്ടടോ. പറ്റുമ്പോഴൊക്കെ വരണം. ദൂരം കൂടുതലാണല്ലോ എന്ന് വിചാരിക്കില്ലേ? ഇല്ലടോ, ഞാൻ വരും. ജിബിയ നടന്നു നീങ്ങി. വളവിൽ മറയുന്നതിന് മുൻപ് അവൾ കൂടെ തിരിഞ്ഞു നോക്കി. പവിത്ര നിന്നിടത്തു നിന്നും തന്നെ കൈവീശിക്കുന്നുണ്ടായിരുന്നു. അവളെ അനുകരിച്ച് അപ്പവും. ഇൻ്റർവ്യൂ ഹസ്യമായിരുന്നു. പഠിച്ച നഴ്സിംഗ് കോളേജിൻ്റെ വിവരങ്ങൾ തിരക്കി. ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി വരാനുള്ള സാഹചര്യങ്ങൾ തിരക്കി. ഒടുവിൽ നഴ്സിംഗ് കോഴ്സ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ 4 മാസം കൂടി വേണ്ടിവരും. സ്കൂളിൽ നിന്നുള്ള കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ജിബിയ അതെടുത്ത് കൊടുത്തു. ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അതിൽ ഒന്നുകൂടി കണ്ണോടിച്ചിട്ട് മേശപ്പുറത്ത് വെച്ചു. വേണമെങ്കിൽ ഇവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. വീട്ടിൽ പോയി വരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. പോയി വരാമെന്നാണ് മോള് പറയുന്നത്, ജോർജ് കുട്ടിക്കാർ പറഞ്ഞു. ശരി, നാളെ മുതൽ വന്നോളൂ. ആദ്യത്തെ 6 മാസം ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. ഇൻറ്റേൺഷിപ്പായിട്ട് കണക്കാക്കിയാൽ മതി. ശമ്പളമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ട്രാവൽ അലവൻസ് തരും. 6 മാസം കഴിഞ്ഞാലോ? ജോർജ് കുട്ടി ചോദിച്ചു. 3000 രൂപ പ്രതിമാസം ശമ്പളം. ജോർജ് കുട്ടി ജിബിയെ നോക്കി. അത് മതിയോ എന്ന മട്ടിൽ. ജിബിയ മിണ്ടിയില്ല. നാളെ രാവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെത്തി നഴ്സിംഗ് സൂപ്പർവൈസറെ കാണാം. ബാക്കി കാര്യങ്ങൾ അവൾ പറഞ്ഞു തരും, മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ജോർജ് കുട്ടിയും ജിബിയയും വീട്ടിലേക്ക് മടങ്ങി. ബിയാമോൾക്ക് ജോലി കിട്ടി. ചെന്നപാടെ ജോർജ് കുട്ടി ബിൻസിയോട് വിളിച്ചു പറഞ്ഞു. നേരാണോ? മേരിമാതയിൽ തന്നെ? ആന്നടി, എൻ്റെ ഈശോയെ, എൻ്റെ മോളുടെ ഭാഗ്യം. ബിൻസി നെഞ്ചത്ത് കൈവച്ച് ആകാശങ്ങളിലേക്ക് കണ്ണയച്ചു. ഇൻ്റർവ്യൂ ഒക്കെ അവൾ ഈസിയായി പാസ്സായ. അങ്ങനെ പരീക്ഷ മാതിരിയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജോർജ് കുട്ടി അതീവ സന്തുഷ്ടനായിരുന്നു. മേരി മാധവിൽ ജോലി കിട്ടുകയെന്ന് വെച്ചാൽ ചില്ലറക്കാരിയാണോ? ഇവക്കെന്നെ ഒരു സന്തോഷമില്ലാത്ത? ബിൻസി ആരാഞ്ഞു. ആദ്യത്തെ 6 മാസം ശമ്പളമില്ലാതെ ജോലി ചെയ്യണം, വണ്ടിക്കൂലി തരാമെന്ന്. ജിബിയെ പെരുവിർത്തു. 6 മാസമോ ശമ്പളമില്ലാണ്ട്? ബിൻസി അമ്പരന്നു. 6 മാസമൊക്കെ പെട്ടെന്ന് പോകൂടി. ജോർജ് കുട്ടി ഭാര്യയെ സാന്ത്വനിപ്പിച്ചു. എവിടെ ചെന്നാലും എക്സ്പീരിയൻസ് വേണ്ടായോ? 6 മാസം കൊണ്ട് നല്ല കൈത്തിളക്കം വരും. പിന്നെ എവിടെ ചെന്നാലും ജോലി കിട്ടും. പിറ്റേന്ന് അതിരാവിലെ തന്നെ ജിബിയ തീക്കോയ് പള്ളിവാതിക്കൽ ജംഗ്ഷനിൽ നിന്നും പാലായിലേക്ക് ബസ് കയറി. മേരിമാത ഹോസ്പിറ്റൽ ജോലിക്ക് വരാനുള്ള നടപടിക്രമങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. നഴ്സിംഗ് യൂണിഫോം ഹോസ്പിറ്റലിൽ നിന്നും ജിബിയയ്ക്ക് കിട്ടി. ജനറൽ വാർഡിലായിരുന്നു ആദ്യത്തെ ഡ്യൂട്ടി. ഏതാണ്ട് 40ഓളം രോഗികളുള്ള വാർഡ്, 2 നേഴ്സുമാർ.
പിന്നെ ജിബിയയും നേഴ്സുമാരും രണ്ടുപേരും നിലം തൊടാതെ പാഞ്ഞു നടക്കുകയാണ്. ജിബിയ പുതുതായി ജോലിക്ക് ചേർന്നാണെന്ന് അറിഞ്ഞപ്പോൾ നേഴ്സിംഗ് സൂസമ്മയ്ക്ക് അവളോട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് തിരക്കി. ഇല്ല, പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. ശരി, 18 പേഷ്യൻറ്റിലെ ട്രിപ്പ് ഇടണം, IV സ്റ്റാൻഡ് കൊണ്ടുവയ്ക്കി. അത്രയും പറഞ്ഞ് നേഴ്സ് പാഞ്ഞുപോയി. ജിബിയയ്ക്ക് IV സ്റ്റാൻഡ് എവിടെയാണെന്ന് അറിയില്ല. ആരോടൊക്കെ ചോദിച്ച് സ്റ്റോർ റൂമിൽ കയറി IV സ്റ്റാൻഡ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. പേഷ്യൻ്റെ റിസ്റ്റിൽ ക്യാനിൽ കൊടുക്ക്. ജിബിയയുടെ നട്ടലിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ജിബിയയ്ക്ക് ക്യാനുകൾ എന്തെന്ന് അറിയാം. ഇന്നേ വരെ ഒരാൾക്ക് ക്യാനുകളിട്ട് പരിചയമില്ല. നീഡലും കേസും സിറിഞ്ചും എടുത്തുകൊണ്ടുവന്നപ്പോൾ തന്നെ അവളുടെ കൈ വിറയ്ക്കാൻ തുടങ്ങി. സ്പിരിറ്റിൽ കോട്ടൺ മുക്കി പേഷ്യൻറ്റിൻ്റെ റിസ്റ്റ് തുടച്ചു. ക്യാനുകളുടെ നീഡിലെടുത്ത് പിടിച്ച് അത് കയറ്റേണ്ട ഞരമ്പ് തിരയാൻ തുടങ്ങിയതും അവളുടെ കണ്ണിൽ നീരാവി കയറി തുടങ്ങി. പേഷ്യൻ്റ് അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അധ്യായം 28. രോഗിയുടെ ബൈസ്റ്റാൻഡറുടെ ആക്രോശം കേട്ട് നേഴ്സുമാരുടെ ഡ്യൂട്ടിയിൽ നിന്നും നേഴ്സ് പ്രവീണ ഓടി വാർഡിലേക്ക് വന്നു. ജോലി അറിയാത്തവരെയാണ് ഇപ്പോൾ സൂചി കുത്താൻ ഏൽപ്പിച്ചേക്കുന്നത്. ബെഡ് നമ്പർ 18 പേഷ്യൻ്റെ ബന്ധു തട്ടിക്കയറി. നിങ്ങൾ രോഗികളെ കൊല്ലാനാണല്ലോ അതോ ചികിത്സിക്കാനാണോ ഈ ആശുപത്രി തുറന്നു വെച്ചേക്കുന്നത്? ജിബിയ എത്ര ശ്രമിച്ചിട്ടും ക്യാനുവൽ ഘടിപ്പിക്കാൻ ഞരമ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താടേ, നിനക്കൊരു ക്യാനുവൽ സെറ്റ് ചെയ്യാൻ പോലും അറിയത്തില്ലേ? നേഴ്സിംഗ് സൂസമ്മ ജിബിയോട് നിനക്ക് ചീറി. എത്ര കുത്താ കുത്തിയത്? കൈ വേദനിച്ചിട്ട് വയ്യ. നിങ്ങളുടെ ബില്ല് തരുമ്പോൾ ഞങ്ങളുടെ പൈസ എണ്ണി തരണ്ടേ? പകരം സൂചി എടുത്ത് നിങ്ങൾക്കിട്ട് കുത്തിയാൽ മതിയോ? രോഗി ഉറക്കെ അവലാതിപ്പെട്ട്. ഞരമ്പ് കെട്ടാൻട്ടാ. ജിബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. എവിടെ നിന്ന് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നീ? നേഴ്സാണത്രേ. വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി ആമ്പിള്ളേരുടെ കൂടെ 3-4 കൊല്ലം അർമ്മതിച്ച് നടന്നിട്ട് നേഴ്സിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് വന്നോളും. നേഴ്സാണത്രേ. ക്യാനുവൽ സെറ്റ് ചെയ്യാനില്ല, ഇഞ്ചക്ഷൻ എടുക്കാനറിയില്ല, ഒരു കുന്തം അറിയില്ല. നീക്ക് പിന്നെ എന്തോന്നാ പഠിച്ചത് 3-4 കൊല്ലം? സൂസമ്മ നേഴ്സ് ജിബിയുടെ നേർക്ക് ആക്രോശിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ അവൾ 18 നമ്പർ ബെഡിലെ പേഷ്യൻറ്റിൽ ക്യാനുവലും ട്രിപ്പും സെറ്റ് ചെയ്തു. ഒരു വെളിച്ചവുമില്ലാതെ ഇറങ്ങിപ്പോന്നേക്കുവാ നേഴ്സിംഗ് പഠിച്ചത് പറഞ്ഞുകൊണ്ട്. സൂസമ്മ ഒന്ന് നിർത്ത്, പ്രവീണ ശാസിച്ചു. അല്ല സിസ്റ്ററെ, ഒരു ക്യാനുവൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞതാ. മതിയെന്ന് പറഞ്ഞില്ലേ? എല്ലാവരും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ 16 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുക. തെറ്റ് ചെയ്യാത്ത ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതോടെ സൂസമ്മ അടങ്ങി. ജിബിയയ്ക്ക് കരച്ചിലടക്കാൻ കഴിയുമായിരുന്നില്ല. വാർഡിലെ രോഗികളും ബൈസ്റ്റാൻഡർമാരും ഒക്കെ നോക്കിയാണ് അധിക്ഷേപം. എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. നീ എൻ്റെ കൂടെ വാ. പ്രവീണ ജിബിയയും കുട്ടി ഡ്യൂട്ടി റൂമിലേക്ക് നടന്നുപോയി. ആശ്വസിപ്പിച്ചു. സാരല്ല, പോട്ടെ. അത് കേട്ടപ്പോൾ ജിബിയുടെ കരച്ചിലാണ് പൊട്ടി. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിനക്ക് ഈ ക്യാനുവലിൽ ഇടാൻ അറിയാവോ? ഇല്ല. പിന്നെ നിന്നോട് ആര് പറഞ്ഞു ആ ജോലി ഏറ്റെടുക്കാൻ? മറ്റേ സിസ്റ്റർ പറഞ്ഞിട്ടാ. ഇവിടുത്തെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ലിഫ്റ്റ് കേടാന്ന് പറഞ്ഞാൽ നീ നന്നാക്കുവോ? ഇല്ലല്ലോ. അറിയാൻ പാടില്ലാത്ത ജോലി അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ. അത് നീ എപ്പോഴാണ് മനസ്സിലാകുന്ന ഓർത്ത് വെച്ചോണം. നീ എവിടെ പഠിച്ചത്? ബാംഗ്ലൂർ. ഹോസ്പിറ്റലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണോ? അല്ല. ഞങ്ങളെ വല്ലപ്പോഴും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടുത്തെ നേഴ്സുമാർ ചെയ്യുന്നത് കാണിച്ചു തരും. അതായത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. നീ വെറും തിയറി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നീ ഇനി പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എന്ന് വെച്ച് ഇന്നത്തെ നിൻ്റെ കരച്ചിലല്ല. നീ ഇതിൻ്റെ അങ്ങേ അറ്റത്ത് വരെ വഴക്കു കേൾക്കും. തുടങ്ങിയിട്ടേ ഉള്ളൂ. തൊട്ടവനും പിടിച്ചവനും ഒക്കെ കരയാൻ നിന്നാൽ നിനക്കതിനെ നേരം കാണത്തുള്ളൂ. അതുകൊണ്ട് കണ്ടും കേട്ടും ചോദിച്ചും ഓരോന്നും കാര്യങ്ങൾ പഠിച്ചു വെച്ചോ. ജിബിയ കവളും കണ്ണും തുടച്ചിട്ട് തലയാട്ടി. പഠിക്കാൻ പോകുമ്പോൾ കുറേ കാണാപ്പടം പഠിച്ചു വെച്ചിട്ട് ചുറ്റും കളിച്ച് നടന്നാൽ മതി. അതുപോലെയല്ല ജോലിയിലോട്ട് കയറുമ്പോൾ. ഒരു മിനിറ്റ് നിൽക്കാൻ നേരം കിട്ടത്തില്ല. 40-50 പേഷ്യൻസിന് 2-3 നേഴ്സുമാർ, ചിലപ്പോൾ 2 പേരെ കാണത്തുള്ളൂ. അതിലൊരാൾ പേഷ്യൻസിനെയും കൊണ്ട് എക്സ്റേയും ECGയും എടുക്കാനോ സ്കാൻ ചെയ്യാനോ പോയി കഴിഞ്ഞാൽ ഒറ്റ ആൾ നോക്കണം. ഒരു വാർഡ് കംപ്ലീറ്റ്. വിളിക്കുന്ന ബെഡിലോട്ടെല്ലാം ഓടിച്ചെല്ലണം. ട്രിപ്പ് ഇടേണ്ടവർക്ക് അത് കൊടുക്കണം. ഇഞ്ചക്ഷൻ വേണ്ടവർക്ക് അത്. പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ പരാതിയും ക്ഷമയോടെ കേൾക്കണം. ഓരോ പേഷ്യൻറ്റിൻ്റെയും ചാട് നോക്കി അവരുടെ മെഡിസിൻ എടുത്ത് വെക്കണം. മുറിവും വ്രണങ്ങളും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് മരുന്നിട്ട് ബാൻഡേജ് ചെയ്യണം. പേഷ്യൻസിൻ്റെ ടെമ്പറോ BP ഇടയ്ക്കിടയ്ക്ക് നോക്കണം. പേഷ്യൻ്റ് കിടക്കുന്ന ബെഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. കിടന്ന് മൂത്രമൊഴിക്കുന്ന പേഷ്യൻസിന് കത്തീറ്റർ ഇട്ട് കൊടുക്കണം. ബെഡ് പാൻ വേണ്ടവർക്ക് അത്. മലമൂത്ര വിസർജനങ്ങളുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. ഇതിവിടെ ദിവസവും 10-15 വരെ ഡിസ്ചാർജ് ആയി പോകും. അവരുടെ ഡിസ്ചാർജ് സമ്മറി എഴുതണം. പ്രവീണ സിസ്റ്റർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ജിബിക്ക് അതെല്ലാം കേട്ടിട്ട് തല ചുറ്റുന്നത് പോലെ തോന്നി. തീർന്നില്ല. എല്ലാ ദിവസവും 10-15 പുതിയ അഡ്മിഷൻ ഉണ്ടാകും. അവരുടെ വൈറ്റൽസ് എടുക്കണം. ചാർട്ടിലത് രേഖപ്പെടുത്തണം. അവരുടെ രോഗവിവരങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു കവിള് വെള്ളം കുടിക്കാൻ നിനക്ക് നേരം കിട്ടത്തില്ല. കൊണ്ടുവരുന്ന ചോറ് ചിലപ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരും. അത് ഉണ്ണാൻ സമയം കാണില്ല. നീ POTയിലോ ICUവിലോ ഒരു ദിവസമെങ്കിലും നിന്നിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടുണ്ട്. എല്ലാം കൂടി പറഞ്ഞ് നിന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നില്ല. ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ ഉടനെ പോകാമെന്ന് വിചാരിക്കണ്ട. നിനക്ക് 15-20 ബെഡ് ഉണ്ടെങ്കിൽ
അതിൽ കിടക്കുന്ന സകല പേഷ്യൻ്റെ അടുത്ത് ഷിഫ്റ്റിന് കയറുന്ന നേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യണം. അവരുടെ അന്നത്തെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കണം. എഴുതാനുള്ളത് എഴുതി വെക്കണം. അത്രമാത്രം പോരാ. പേഷ്യൻറ്റിന് വേണ്ടി നീ എടുത്ത ട്രേകൾ, ഫോഴ്സുകൾ, ബോർഡുകൾ, സിസേഴ്സ്, ഹോൾഡറുകൾ, നീഡിൽസ്, BP അപ്പാരറ്റസ് തുടങ്ങി സകല സാധനങ്ങളും ക്ലീൻ ചെയ്ത് അത് ഇരുന്ന സ്റ്റോറിൽ തന്നെ എത്തിക്കണം. രോഗികൾക്ക് വേണ്ടി ഉപയോഗിച്ച കോട്ടൺ, ഗ്ലൗസ്, പാഡുകൾ, സിറിഞ്ചുകൾ, പ്ലാസ്റ്ററുകൾ, മാസ്കുകൾ തുടങ്ങിയവയുടെ കണക്കുകൾ ഏതേത് പേഷ്യൻറ്റിന് വേണ്ടി എടുത്തു എന്ന് കൃത്യമായി കണക്കെഴുതി വെക്കണം. ഇത് കേട്ട് ജിബയ്ക്കൊന്നും മനസ്സിലാകാതായി. ഇതൊന്നും ഇവിടെ ആരും പറഞ്ഞു തരത്തില്ല. കണ്ടും കേട്ടും ചോദിച്ചും മനസ്സിലാക്കിക്കോണം. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും നീ കരയും. ശരി, വാർഡിലോട്ട് ചെല്ല്, പ്രവീണ സിസ്റ്റർ പറഞ്ഞു നിർത്തി. ജിബിയ തിരികെ പോയി. വൈകുന്നേരം 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിലെ നേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്തു. കണക്കുകൾ എഴുതി ജിബിയ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരുന്നു. പാലാ തലനാട് ബസ്സിൽ കയറി തീക്കോയി പള്ളിവാതിക്കൽ എത്തിയപ്പോൾ 8 മണി. ജോർജ് കുട്ടി മാളേക്കകത്ത് ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ടായിരുന്നു. ഇതെന്നെ എത്രയും താമസിച്ചേ? 6 മണിയല്ലേ ജോലി സമയം? അതൊക്കെ പറച്ചിലേ ഉള്ളൂ. ഇറങ്ങുമ്പോൾ 7 മണിയാവും. വീട്ടിൽ ചെന്ന ഉടനെ ജിബി അടുക്കളയിൽ കയറി. വിശന്നിട്ട് ഭ്രാന്തെടുക്കുക. എന്തെങ്കിലും താ, അവൾ ബിൻസിയോട് കയർത്തു. നീ ഉച്ചയ്ക്ക് ചോറുണ്ടല്ലേ? ചോറ് ഒരാന തിന്നാനുള്ള വിശപ്പും ഉണ്ട്, എന്നാലും മാറത്തില്ല എൻ്റെ മമ്മി. ഇവിടുന്ന് പാലാ വരെ ഓടിയിട്ട് തിരിച്ച് അതുപോലെ ഓടി വരാൻ പറഞ്ഞാൽ ഞാനത് ദിവസം 3 പ്രാവശ്യം ചെയ്യാം. എന്നാലും ഈ ജോലിയേക്കാളും ഭേദം അത്. അത്രയ്ക്കും വലിയ ജോലിയാണോടി. നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ കാണുന്ന നേഴ്സുമാർ ചെയ്യുന്ന ജോലി തന്നെയല്ലേ നീയും ചെയ്യുന്നത്? നമ്മൾ കാണുന്ന പോലെ അല്ല മമ്മി. ഈ വീട്ടിൽ നിന്ന് രാവിലെ പോയിട്ട് ഞാൻ ഇതുവരെ ഒരിടത്തിൽ നിന്നിട്ടില്ല. നിന്നോണ്ട ചോറുണ്ട്. അത് മുഴുവൻ കഴിക്കുന്നതിന് മുന്നേ സുസമ്മ സിസ്റ്റർ വന്ന് വിളിച്ചു. ബാക്കി കളഞ്ഞിട്ട് കൈയും കഴുകി ഓടി. ശമ്പളമൊന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഓടിയിട്ടെന്തിനാ? ബിൻസി ചോദിച്ചു. എന്നെക്കൊണ്ട് വയ്യ മമ്മി, ഞാനിനി പോണില്ല, ജിബിയ പറഞ്ഞു. പോകാതിരുന്നാൽ എങ്ങനെയാ? കാര്യം പറഞ്ഞപ്പോൾ മമ്മിക്ക് മനസ്സിലായില്ലേ? അതൊക്കെ മനസ്സിലായി. പക്ഷെ 10,000-കണക്കിന് നേഴ്സുമാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ ജീവിക്കുന്നത്. അല്ലാതെ നിനക്ക് മാത്രമല്ലല്ലോ ഈ കഷ്ടപ്പാട്. മമ്മി, ഒന്നാമത് എനിക്കൊന്നും അറിയാമല്ല. പഠിച്ചത് വേറെ, ചെയ്യേണ്ട ജോലി വേറെ. കൂടെയുള്ള നേഴ്സുമാരുടെ വഴക്ക് കേട്ട് മടുത്തു. കരഞ്ഞു എൻ്റെ കണ്ണിലെ വെള്ളം പറ്റി. ജിബിയ ആവലാതിപ്പെട്ടു. അറിയാമല്ലാഞ്ഞിട്ടല്ല, ഓരോന്ന് പഠിച്ചെടുക്കണം. കുറേ കഴിയുമ്പോൾ നല്ല കൈത്തടക്കം വരും. അന്നേരം എല്ലാം എളുപ്പമായിട്ട് തോന്നിക്കോളൂ. 4 ബെഡൊക്കെയുള്ള റൂമുകളുണ്ട്. അവിടെ ചില പേഷ്യൻസ് അപ്പിയിടും. മൂത്രം വെച്ച് കിടക്കുമ്പോൾ നമ്മളതൊക്കെ ക്ലീൻ ചെയ്ത് അവനെ തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സ് മാറ്റി പുറപ്പിച്ച് കൊടുക്കണം. അതൊക്കെ രോഗിയുടെ കൂടെ നിൽക്കുന്നവർ ചെയ്യത്തില്ലേ? ചിലർ സഹായിക്കും. നമ്മൾ തന്നെ ചെയ്യണമെന്ന നിയമം. ഞാനോർത്തു കൃത്യസമയത്ത് മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്ത് ബാക്കി സമയം വെറുതെ ഇരുന്നാൽ മതിയെന്ന്. ഒന്നും പറയാതിരിക്കാൻ ഭേദം. ഇത് പഠിക്കണ്ടായിരുന്നു. അത് പറയുമ്പോൾ ജിബയ്ക്ക് കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ബിൻസിക്ക് സങ്കടമായി. വളരെ കൊതിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ മോളാണ്. അതും ജോബിൻ ജനിച്ച 8 വർഷങ്ങൾക്ക് ശേഷം. ഒരു പെൺകുഞ്ഞിനെ കിട്ടിയാൽ എങ്ങനെയൊക്കെ അലങ്കരിച്ച് കൊണ്ടു നടക്കാമെന്ന് ഒരുപാട് മോഹിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ലാളിച്ചും കൊഞ്ചിച്ചുമാണ് വളർത്തിയത്. ഇന്നയാൾ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അന്യരുടെ വായിലിരിക്കുന്നതും വഴക്കും കേട്ട് പ്രായഭേദമന്യേ 4 തരം രോഗികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അവരെയും ശുശ്രൂഷിച്ച് അവരുടെ വിസർജനങ്ങൾ കോരിയും വിശ്രമമില്ലാതെ ജോലിയെടുക്കേണ്ടി വരുന്നല്ലോ എന്നത് സഹിക്കാൻ കഴിയാത്ത മനപ്രയാസമാണ്. ബെൻസി അവൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അവൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരികിലിരുന്ന് സിരസിലും പുറത്തു വെക്കുന്നു തലോടി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിൻസി ജോജുട്ടിയോട് സങ്കടത്തിൽ പറഞ്ഞു. അവൾക്ക് ഭയങ്കര മനപ്രയാസം. കൂടെയുള്ള നേഴ്സുമാരൊക്കെ അവളെ വഴക്കു പറയുകയാണെന്ന്. അവൾക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞത്. അവൾ പിന്നെ എന്നതാ പഠിച്ച? പുസ്തകത്തിൽ പഠിക്കുന്നത് പോലെയാണോ ജോറൂട്ടിച്ചായ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ? ആ, ചെയ്തു പഠിക്കട്ടെ, എല്ലാവരും അങ്ങനെയല്ലേ. അവളെ നേഴ്സിങ്ങിന് വിടണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുക. അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ, അല്ലാതെ അവളെ സമ്പാദിച്ച് നമുക്ക് സൂഹിക്കാൻ വേണ്ടിയാണോ? എന്നാലും ദുരിതം പിടിച്ച പണിയല്ലേ. ചോറ് കൊണ്ടുപോയിട്ട് മുഴുവനുണ്ടോ എന്ന് അതിനുള്ള സമയം പോലും കിട്ടിയിട്ടില്ലെന്ന്. കുറേ കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും, ജോർജ് കുട്ടി മനോവിഷമം പുറത്ത് കാണിക്കാതെ പറഞ്ഞു. പിറ്റേന്ന് ജോലിക്ക് പോകാൻ ജിബയ്ക്ക് മടിയായിരുന്നെങ്കിലും ബിൻസി അവളെ ഒരാഴ്ച പോയി നോക്കുക, എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ നിർത്താം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞയച്ചു. യാത്രക്കിടയിൽ അവൾ ബസ്സിലിരുന്നുകൊണ്ട് ജേസനെ ഫോണിൽ വിളിച്ചു. തൻ്റെ ആവലാതികൾ ബോധിപ്പിച്ചു. ഞാൻ പറഞ്ഞതല്ലായിരുന്നു നോർത്തിലേക്ക് പോരാൻ? കഷ്ടപ്പാടത്ത് എല്ലായിടത്തും ഒരുപോലെയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലും നേഴ്സുമാർക്ക് മാത്രമേ നീടി കിട്ടുന്നുള്ളൂ. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരൊക്കെ അവരെ പിഴിഞ്ഞ് ഞോരയും ചീരും ഊറ്റിയെടുക്കുക, ജേസൻ പറഞ്ഞു. അവിടെ അങ്ങനെയാണോ? ഇവിടെ ആയിരുന്നെങ്കിൽ ശമ്പളമെങ്കിലും കിട്ടിയാൽ. അവിടെ നിന്നും ഒന്നും കിട്ടത്തില്ലല്ലോ. ഇതിനേക്കാൾ ഭേദം ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറുന്നതായിരുന്നു. ആരും ഇത്രയും കഷ്ടപ്പെടുത്തുകയല്ലോ. ഇതിപ്പോൾ ജോലിയെന്നും പറഞ്ഞ് കഠിനാധ്വാനവും ശമ്പളവും ഗിമ്പളവും ഒന്നും കിട്ടത്തില്ല. പപ്പ ഒരു നേതാവിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചിട്ട് കിട്ടിയതാ. ഇവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പം അത്രേ. എക്സ്പീരിയൻസൊക്കെ ഏത് ഹോസ്പിറ്റലിൽ കിട്ടിയാലും ഒരുപോലെയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ 5 വർഷം ജോലി ചെയ്തിട്ട് ചെന്നാലും ശരി, അടുത്ത അപ്പോയിൻമെൻറ്റുകാർക്ക് കൊടുക്കുന്ന ശമ്പളവും പരിഗണനയുമേ
എവിടെയും കിട്ടത്തുള്ളൂ. ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് മാത്രമേ വിലയുള്ളൂ, ജേസൺ വെളിപ്പെടുത്തി. അപ്പോൾ പിന്നെ എന്തിനാ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത്? 6 മാസം കൊണ്ട് എല്ലാം പഠിക്കുമല്ലേ, അത്രയും മതി. നേഴ്സ് മൊത്ത് ഡോക്ടറൊന്നും ആവാൻ പോകുന്നില്ലല്ലോ. ജേസൺ പറഞ്ഞതിൽ അത്ര വിശ്വാസം വന്നില്ലെങ്കിലും ശ്യാമള എന്ന നേഴ്സിനെ പരിചയപ്പെട്ടപ്പോൾ ജിബയ്ക്ക് വാസ്തവം ബോധ്യമായി. കോട്ടയത്തെ ഒരു ഹോസ്പിറ്റലിൽ 12 വർഷം ജോലി ചെയ്ത് പരിചയസമ്പത്തും 14,000 രൂപ ശമ്പളമുള്ള നേഴ്സായിരുന്നു ശ്യാമള. ഇളയ കുഞ്ഞിന് അസുഖം മൂർച്ഛിച്ചപ്പോൾ ശ്യാമള 3 ദിവസത്തെ ലീവ് ചോദിച്ചു. ലീവ് തരാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ജോലി ഉപേക്ഷിച്ച് പോയിക്കോ എന്നായിരുന്നു നഴ്സിംഗ് സൂപ്പർവൈസറുടെ മറുപടി. ക്യാഷ്വൽ ലീവ് എടുത്തോടെ ചേച്ചി, അല്ലെങ്കിൽ മെഡിക്കൽ ലീവ്. 1 മാസത്തിൽ 1 ദിവസമാണ് ക്യാഷ്വൽ ലീവ്. മെഡിക്കൽ ലീവിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അസുഖമുണ്ടെന്ന് ഹോസ്പിറ്റലിലെ ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം മോളെ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാര്യങ്ങൾ. എനിക്കെൻ്റെ കുഞ്ഞല്ലേ വലുത്. യാതൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. ശ്യാമള ജിബിയെ നോക്കി പറഞ്ഞു. 12 വർഷത്തെ എക്സ്പീരിയൻസിന് ഒരു വിലയില്ല ചേച്ചി. അവർക്ക് 2,500 രൂപ കൊടുത്ത പുതിയ പിള്ളേരെ കിട്ടും. പിന്നെന്തിനാ എന്നെ? എനിക്ക് തരുന്ന 14,000 അവർ നോക്കുമ്പോൾ വലിയ നഷ്ടമാണ്. എന്തെങ്കിലും ഒരു കാരണം നോക്കിയിരിക്കുക, പിരിച്ചുവിടാനും പിരിഞ്ഞു പോകുന്നെങ്കിൽ അതിനുള്ള നൂലാമലകൾ ഒഴിച്ചുപ്പിച്ച് വെക്കാനും. ശ്യാമള തൻ്റെ അനുഭവം വെളിപ്പെടുത്തി. 1 ആഴ്ച കഴിഞ്ഞു. ഞാൻ അതേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറയുക, പുതുതായിട്ട് ജോലി ചെയ്തോളാൻ 3,000 രൂപ ശമ്പളം. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. ഇവിടെ എനിക്ക് 4,000 കിട്ടുന്നുണ്ട്. എന്നാലും 14,000 കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് ജിബിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എല്ലാം ബിസിനസ്സല്ലേ കൊച്ചേ. നക്കാപ്പിച്ച ശമ്പളം തന്നിട്ട് നമ്മുടെ കഠിനാധ്വാനം വിറ്റ് കൊള്ള ലാഭം ഉണ്ടാക്കുക ഇവരൊക്കെ. പ്രിയമുള്ളവരെ, ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.